ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഏകദേശം 600ഓളം ഡ്രോണുകളാണ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയത്. ഈ 600 എണ്ണവും ഇന്ത്യ അടിച്ച് നിലം പരിശാക്കി. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആകാശ് മിസൈലോ ബ്രഹ്മോസോ അല്ല, പ്രധാനമന്ത്രി സമ്മാനിച്ച ഒരു മിസൈലാണ്. എന്താണ് അതിനെക്കുറിച്ച്? അത് ഈ ഡ്രോണുകൾ അയച്ചു എന്നുള്ളതിൽ അതിനേക്കാളും രസകരമായ സംഗതി, ഈ ഡ്രോണുകൾ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത്. കാര്യം ഈ 400-600 ഡ്രോണുകൾ ചുമ്മാ അങ്ങ് പറത്തി വിടുക, അതിലേറിയ പങ്കും നിരീക്ഷണ ഡ്രോണുകളാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ ഭൂരിഭാഗവും ഉപഗ്രഹ ചിത്രങ്ങളുടെയും സാറ്റലൈറ്റുകളുടെയും സഹായത്തോടെ പ്രിസിഷൻ സ്ട്രൈക്കിംഗ് കൃത്യമായി, അതായത് ഒരു സൂചിമന വ്യത്യാസമില്ലാതെ ആക്രമണം നടത്തുമ്പോൾ ഇവർ ഈ കാലഹരണപ്പെട്ട പഴയ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഡ്രോണുകളൊക്കെ ഇങ്ങനെ പറത്തി വിടുകയാണ്. അതിൽ ചിലതൊക്കെ അതായത് സ്ഫോടക വസ്തു വഹിക്കുന്ന ഡ്രോണുകളും ഉണ്ടായിരുന്നു എന്നുള്ള വാസ്തവം തന്നെയാണ്. അതിൽ ചിലതെല്ലാം നമ്മുടെ ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ വീണ് പൊട്ടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറിയ പങ്കും നിരീക്ഷണ ഡ്രോണുകളാണ്, അതായത് താരതമ്യേന വില കുറഞ്ഞ ഡ്രോണുകൾ എന്ന് വേണമെങ്കിൽ പറയാം. അത് ഒരു യുദ്ധതന്ത്രം കൂടിയാണെന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. കാരണം ഈ ഇന്ത്യയുടെ ഇത്രയും വലിയ ആകാശ്, അതേപോലെ തന്നെ S-400 പോലുള്ള യുദ്ധ സാമഗ്രികൾ വളരെ ചിലവേറിയ ഒരു യുദ്ധ സാമഗ്രികളാണ്. അതെല്ലാം നിസ്സാരപ്പെട്ട ഈ ഡ്രോണുകൾക്ക് വേണ്ടി ചിലവാക്കേണ്ടി വരുന്ന ആ ഒരു യുദ്ധതന്ത്രവും നമ്മൾ ഈ അർത്ഥത്തിൽ മനസ്സിലാക്കണം. പക്ഷേ ഈ ഡ്രോണുകൾക്കപ്പുറം യാതൊന്നും ഇന്ത്യക്ക് ഭീഷണിയായ ഒന്നും തന്നെ അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സംഗതി. ഇത്രയും വലിയൊരു യുദ്ധം നടക്കും. നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത് ഒരു സൈനിക മേധാവി പുലർച്ചെ 2:30 പ്രധാനമന്ത്രിയോട് വിളിച്ച് പറയണം, അയ്യോ പണി പാളി കേട്ടോ, ഇന്ത്യ കൃത്യമായി മിസൈൽ ഇട്ടിട്ടുണ്ട്. അതൊരു പ്രധാനമന്ത്രി ഒരു പൊതുവേദിയിൽ സമ്മതിക്കുന്ന ഒരു നാണക്കേടിൻ്റെ മധ്യത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ നിൽക്കുന്നത്. അവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇന്ത്യ കൃത്യം 9 ഇടങ്ങളിൽ പാകിസ്ഥാൻ്റെ ചിന്തയിൽ പോലും ഉണ്ടായിട്ടില്ല ഇന്ത്യ അതിർത്തി കടന്ന് ഇത്തരത്തിലൊരു ആക്രമണം നടത്തുന്നു. കാര്യം ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ ഒരു തിരിച്ചടിക്ക് തയ്യാറെടുക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ തന്നെ പാകിസ്ഥാൻ അവിടെ പതുക്കെ ഓരോന്ന് പൊട്ടിക്കാൻ തുടങ്ങി. ഞങ്ങൾ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കി, ഞങ്ങൾ ആണവായുധം ഉണ്ട് കേട്ടോ, ഇപ്പോൾ പൊട്ടിക്കും എന്ന തരത്തിലാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അവരുടെ ചിന്തയിൽ പോലും ഉണ്ടായിട്ടില്ല ഇന്ത്യ വിമാനങ്ങൾ ഉപയോഗിച്ച് പെഷവാറിലും റാവൽപിണ്ടിയും അടക്കമുള്ള ടാർഗറ്റുകൾ ഇന്ത്യ ലക്ഷ്യം വെക്കും എന്നുള്ളത് കരുതിയത് പോലുമില്ല. ഭീകര കേന്ദ്രങ്ങൾ, അതായത് അവരുടെ മദ്രസകൾ ആക്രമിക്കപ്പെട്ടു എന്നാണ് അവർ ആദ്യം പറഞ്ഞിരുന്നത്. അതായത് കൃത്യമായി വർഗീയ ചായ്വോടുകൂടിയുള്ള പ്രചാരണമാണ് ആദ്യം അഴിച്ചുവിടാൻ നോക്കിയത്. നമ്മുടെ നാട്ടിലുമുണ്ട് മദ്രസകൾ. നമ്മുടെ നാട്ടിലുള്ള മദ്രസകളുടെ ഒരു ചിത്രമല്ല പാകിസ്ഥാനിലുള്ളത്. അവിടെ ഏറിയ പങ്കും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ട്രെയിനിങ് നടക്കുന്ന കേന്ദ്രങ്ങൾ തന്നെയാണെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അതിൻ്റെ തെളിവുകൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ പല വിധത്തിൽ പുറത്തുവിട്ടിട്ടുമുണ്ട്. അവിടെ പ്രിസിഷൻ സ്ട്രൈക്കിംഗ് നടത്തുക, ഒരു ചിത്രം പുറത്തു വന്നു, ഒരു പള്ളി മിനാരം, അതിൻ്റെ പ്രധാന മിനാരം അവിടെ തന്നെ നിൽക്കുകയും അതിൻ്റെ ചുറ്റുവട്ടത്ത് ഒരു ഹോള് പോലെ ഇട്ട് കൃത്യം മിസൈൽ അകത്തേക്ക് തുളഞ്ഞു കയറിയ ഒരു ചിത്രം പുറത്തു വന്നു. അത്തരത്തിൽ ഉന്നത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചതുകൊണ്ട് കൃത്യത ഉറപ്പുവരുത്തുന്ന തരത്തിൽ ഇന്ത്യ ആക്രമണം നടത്തി. അതിൽ ഇന്ത്യ എത്രത്തോളം ഈ കാലഘട്ടത്തിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മുന്നോട്ട് പോയി, പാകിസ്ഥാൻ എവിടെ നിൽക്കുന്നു, അവർക്കിപ്പോഴും മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കും. ഇപ്പോൾ ഇന്ത്യ ഒരു മുന്നേറ്റം നടത്തിയപ്പോൾ അവർ പൂർണ്ണമായും ആശ്രയിച്ചത് ചൈനയുടെ സംവിധാനങ്ങളെയാണ്, ചൈനയുടെ സാറ്റലൈറ്റുകളെ, ചൈനയുടെ നിരീക്ഷണ സംവിധാനങ്ങളെ, ചൈനയുടെ റഡാറുകളെ പോലും അവർ ആശ്രയിച്ചു. പക്ഷേ ഇന്ത്യക്ക് അതിൻ്റെ ആവശ്യമുണ്ടായില്ല. കഴിഞ്ഞ 10-20 വർഷം കൊണ്ട് ഇന്ത്യ ആർജിച്ച മെയ്ഡ് ഇൻ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ അതേപോലെയുള്ളൊരു സംരംഭമുണ്ട്. ഇന്ത്യ സ്വന്തമായി കണ്ടെത്തിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം തയ്യാറെടുപ്പുകൾ നടത്തുകയും അതിൻ്റെ കൃത്യത ഉറപ്പുവരുത്തുകയും ചെയ്തത്. ഇതൊരിക്കലും പാകിസ്ഥാൻ്റെ ചിന്തയിൽ പോലും ഉണ്ടായില്ല. അവരിപ്പോഴും ഇനിയും ചിലപ്പോൾ നാളെയും ഡ്രോണുകൾ പറത്തി വിട്ടേക്കാം, അത് വരട്ടെ, അപ്പോൾ നോക്കാമെന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഇന്ത്യ നിൽക്കുന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. അത് ശരിയാണ്. ചേട്ടൻ പറഞ്ഞത് കറക്റ്റാണ്. ഈ മേക്ക് ഇൻ ഇന്ത്യ, അത് നരേന്ദ്രമോദിയുടെ ഒരു വലിയ പദ്ധതിയായിരുന്നു മേക്ക് ഇൻ ഇന്ത്യ. അപ്പോൾ ഈ നമ്മൾ റഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന സുദർശൻ S-400 സുദർശൻ ആകാശ് മിസൈലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവർക്കെതിരെ നമ്മൾ തിരിച്ചടിക്കും എന്നാണ് കരുതിയത്. പക്ഷേ ഇന്ത്യ ആഭ്യന്തരമായി നിർമ്മിച്ചെടുത്ത, ഇപ്പോഴും അതിൻ്റെ ഗവേഷണവും പരീക്ഷണവും ഒക്കെ നടത്തുന്നതേ ഉള്ളൂ, ആ പദ്ധതി പൂർത്തിയാക്കിയിട്ടില്ല. പക്ഷേ അക്ഷതീർത്ഥം എന്ന് പറയുന്ന ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആ മിസൈലുകൾ അല്ലെങ്കിൽ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ 600 ഡ്രോണുകളും ഇന്ത്യ എന്താ പറയുക ഈ തകർത്ത് കളഞ്ഞത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ റഷ്യയിൽ ആശ്രയിച്ചില്ല. ഈ ബ്രഹ്മോസ് എന്ന് പറയുന്ന റഷ്യയും ഇന്ത്യയും ചേർന്ന് നിർമ്മിച്ച ഒരു
എന്താ ശബ്ദത്തെക്കാൾ വേഗതയുള്ള മിസൈലാണ്, സൂപ്പർസോണിക് മിസൈലുകളാണ്. അപ്പോൾ ഇതൊന്നും ഇന്ത്യ പാകിസ്ഥാനെതിരെ ഉപയോഗിച്ചില്ല. നമുക്ക് നമ്മുടെ ആഭ്യന്തരമായി ഇപ്പോഴും വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന അക്ഷതീർത്ഥമുണ്ട്. അതുപയോഗിച്ച് പാക്കികളെ ഇല്ലാതാക്കി, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഡ്രോണുകളെ ഇല്ലാതാക്കി എന്ന് പറയുമ്പോൾ ഇതിൽ പരം നാണക്കേട്. നമ്മൾ തന്നെ ഉണ്ടാക്കിയ സാധനം കൊണ്ട് ഞാൻ ഇവന്മാരെയൊക്കെ തീർത്തു, നമുക്ക് വിദേശത്ത് നിന്ന് വാങ്ങിയ സാധനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ഇന്ത്യ പറയുമ്പോൾ തന്നെ ഇവന്മാർ തീർന്നു. മറ്റൊരു കാര്യം പറയുന്നത്, ഈ പാകിസ്ഥാൻ ഇങ്ങനെ ഡ്രോണുകളൊക്കെ തയ്യാറാക്കി ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ഇന്ത്യ തിരിച്ചടിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ പാകിസ്ഥാൻ ഇങ്ങനെ ജമ്മു കാശ്മീരിലോ അല്ലെങ്കിൽ ആ ഭാഗത്ത് പഞ്ചാബിലോ ഒക്കെ ഇങ്ങനെ ഇപ്പോൾ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇപ്പോൾ ആക്രമിക്കാം, ഇന്ത്യയെ ആക്രമിക്കാം, ഇന്ത്യ ഇപ്പോൾ തിരിച്ചടിക്കും, അതൊക്കെ ഇങ്ങനെ കണക്കാക്കിയിരുന്നപ്പോഴാണ് ഗുജറാത്തിൽ നിന്ന് കുറേ ഡമ്മി വിമാനങ്ങൾ ഇന്ത്യ ഇറക്കുന്നത്. ഇത് ആകാശത്തുനിന്ന് ചീറിപ്പായുന്ന രീതിയിലൊക്കെ തോന്നുന്ന രീതിയിലാണ് ഇന്ത്യ ഇറക്കിയത്. ഇത് കണ്ട് പാകിസ്ഥാൻ ഞെട്ടിത്തരിച്ചു. കാരണം പാകിസ്ഥാൻ കരുതി വെച്ചിരുന്ന മിസൈലും കാര്യങ്ങളും ഒക്കെ അതിലേക്ക് അങ്ങ് പ്രയോഗിച്ചപ്പോൾ ഇന്ത്യയുടെ ബ്രഹ്മോസ് പാകിസ്ഥാന്റെ എവിടെയാണോ എത്തേണ്ടത്, ഇപ്പോൾ ആണവ കേന്ദ്രത്തിന്റെ ഭാഗത്തേക്ക് എത്തി, ചോർച്ച, വികിരണം എന്നൊക്കെ പറയുന്നു, അത് സൈനികർ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പോൾ ആ ഭാഗത്തേക്ക് എത്തിയെന്നാണ് ബ്രഹ്മോസ് മിസൈൽ ആ ഭാഗത്തേക്ക് എത്തി. അതായത് ഡമ്മി വിമാനങ്ങൾ കാണിച്ചുകൊണ്ട് പാകിസ്ഥാനെ ഇന്ത്യ പറ്റിച്ചു എന്നുള്ളതാണ്. ഇവന്മാരെ പറ്റിക്കാൻ എളുപ്പമാണെന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത്, പാകിസ്ഥാനിൽ ഇരുട്ടത്ത് ഞങ്ങൾ വെളിച്ചം കാണിച്ചു. ബ്രഹ്മോസ് മിസൈലിലെ വെളിച്ചം പാകിസ്ഥാനിലെ ഇരുട്ടത്ത്. അപ്പോൾ രാത്രിയാണ് ഈ മിസൈൽ ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് രാജ്നാഥ് സിംഗ് പറയാതെ പറയുന്നത്. മാത്രമല്ല, ഇനി ഇത് ട്രെയിലർ മാത്രമാണ്, പിക്ചർ വരാൻ പോകുന്നതേ ഉള്ളൂ, അത് അപ്പം നമുക്ക് കാണാം. അതായത് ഇനി അടങ്ങിയിരുന്നില്ല എങ്കിൽ ഇതിലും വലുത് നിനക്കൊക്കെ കിട്ടാൻ പോകുന്നു എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത്. ഒരുപക്ഷെ ഈ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പദ്ധതി ഒരുപാട് വിമർശനങ്ങൾ നരേന്ദ്രമോദി കേട്ട ഒരു പദ്ധതി കൂടിയാണ്. ആ പദ്ധതിയിൽ നിർമ്മിച്ചെടുത്ത, ഇപ്പോഴും നിർമ്മിക്കുകയും പരീക്ഷണം നടത്തുകയും ചെയ്യുന്ന അക്ഷതീർത്ഥ എന്ന് പറയുന്ന മിസൈലുകളാണ് ഈ 600 ഡ്രോണുകളെ പ്രതിരോധിച്ചത് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഇന്ത്യക്ക് അഭിമാനമായ കാര്യം തന്നെയാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ എന്ത് ദീർഘവീക്ഷണമാണ് നരേന്ദ്രമോദി നടത്തിയത് എന്നുള്ളത്, അല്ലേ? ഇപ്പോൾ ഈ ഡമ്മി വിമാനങ്ങളുടെ കഥ പറഞ്ഞല്ലോ, ഇത് പഴയൊരു ചരിത്രം കൂടിയുണ്ട്. അതായത് കാർഗിൽ യുദ്ധസമയത്ത് ഈ മലനിരകളിൽ നമ്മൾ കൂടുതൽ ഉപയോഗിച്ചത് ടാങ്കുകളും അതേപോലെ ബൊഫോഴ്സ് തോക്ക് അതേപോലുള്ള സംഗതികളൊക്കെയായിരുന്നു. അവിടെ ഈ പത്ര ഫോട്ടോഗ്രാഫർമാർക്കും ചാനലുകാർക്കും കടുത്ത നിയന്ത്രണമുണ്ട്. കാരണം ഇതിൻ്റെ ഫ്ലാഷ്, ആ വെട്ടം കണ്ടായിരുന്നു ആക്രമണം നടത്തുന്നത്. അപ്പോൾ അവിടെ ഇന്ത്യ ഇതേപോലെ ഒരു ഡമ്മി ടാങ്കും ഡമ്മി തോക്കുമൊക്കെ ഉപയോഗിച്ച് ഇതേപോലെ വെളിച്ചം കാണിച്ച് കൃത്യമായി, അതായത് നമ്മുടെ ശത്രു എവിടെ നിന്നാണ് ആക്രമിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും, അവരുടെ ഒരു വെടിക്കോപ്പ് പാഴാകുകയും ചെയ്യും. അങ്ങനെ ആ രീതിയിലുള്ള ഡമ്മി പരീക്ഷണം മുമ്പും ഇന്ത്യ വിജയകരമായി നടപ്പിലാക്കിയിട്ടുള്ളതും കൂടിയാണ്. പിന്നെ ഈ ഇന്ത്യയുടെ സ്വന്തം സാമഗ്രികളെക്കുറിച്ച് ഇപ്പോൾ ചർച്ചകൾ വരുമ്പോൾ തേജസ് വിമാനങ്ങളുടെ കാര്യവും എടുത്തു പറയേണ്ടതാണ്. കാര്യം ഇന്ത്യ റഫേൽ ഉപയോഗിച്ചു, റഫേൽ പാകിസ്ഥാൻ തകർത്തു എന്നാണ് അവകാശപ്പെടുന്നത്. അപ്പോഴും ഇന്ത്യ ഈ യുദ്ധ നിരീക്ഷകർ വിലയിരുത്തുന്ന ഒരു സംഗതി തേജസിൻ്റെ പെർഫോമൻസ് ആണ്. നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് വിമാന നിർമ്മാണ മേഖല അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വന്തം സാമഗ്രികളിൽ ബഹുഭൂരിപക്ഷവും നമ്മൾ വിദേശ നിർമ്മിത വസ്തുക്കളെയാണ് ആശ്രയിക്കുന്നത്. ഇപ്പോൾ സുഖോയ് അടക്കമാണെങ്കിലും ശരി, റഫേൽ അടക്കമാണെങ്കിലും ശരി. പക്ഷേ തേജസിൻ്റെ ഉപയോഗം മറ്റ് വിമാനങ്ങളെ അപേക്ഷിച്ച് വലിപ്പക്കുറവ്, ഭാരക്കുറവ്, ഏതാണ്ട് വേഗതയിലും പെർഫോമൻസിലുമെല്ലാം അതായത് റഫേലിനെയോ അല്ലെങ്കിൽ സുഖോയിനെയൊക്കെയോ ചില കാര്യങ്ങളിൽ കടത്തിവെട്ടാനുള്ള ക്ഷമതയുണ്ട് തേജസ്സിന്. ഏതാണ്ട് 80-ൽ പരം വിമാനങ്ങൾ ഇപ്പോൾ തന്നെ സേനയുടെ ഭാഗമാണ്. വരും നാളുകളിലും തേജസിൻ്റെ ഒരു സംഭാവനയായിരിക്കും ഒരുപക്ഷെ ഇനി വരും കാല പ്രതിരോധ രംഗത്ത് ഇന്ത്യക്ക് കുറച്ചുകൂടി മേൽക്കൈ നേടിത്തരാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും നമുക്ക് അഭിമാനമാണ്, നമ്മുടെ തദ്ദേശീയമായി നിർമ്മിച്ചതും ആഭ്യന്തരമായി നിർമ്മിച്ചതുമായ യുദ്ധ കോപ്പുകൾ, മിസൈലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാനെ തറ പറ്റിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നു എന്നുള്ളത് ഇന്ത്യയുടെ വളർച്ച കൂടിയാണ്. ഇന്ത്യ ഏത് തരത്തിലേക്ക് വളരുന്നു എന്നത് കൂടിയാണ് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത്. പക്ഷേ ഇതിലൊക്കെ ഒരു സംഗതിയുണ്ട്. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം വളരെ വലുതായിരിക്കുന്നു. ഇരു രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര ബന്ധങ്ങളെല്ലാം പൂർണ്ണമായും നിലച്ചിരിക്കുന്നു. പക്ഷേ പാകിസ്ഥാന് അവിടുത്തെ ജനങ്ങളെ ഇന്ത്യ കരുതും എന്നാണ് എനിക്ക് ഈ അവസരത്തിലും തോന്നുന്നത്. കാര്യം അവിടെ സാമ്പത്തികമായ കടുത്ത പ്രതിസന്ധിയുണ്ട്, യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൻ്റെ കെടുതികൾ അവിടെ ഉണ്ട്. അവിടെ അപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധികളിലേക്ക് ആ നാട്ടുകാർ, ആ ജനങ്ങൾ പോകരുത് എന്നുള്ള കരുതൽ ഇന്ത്യക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. തീർച്ചയായും നമ്മുടെ സർക്കാർ അങ്ങനെയാണ്. ഒരാൾക്കും, നമ്മുടെ ശത്രുരാജ്യത്തെ ജനങ്ങൾ പോലും ബുദ്ധിമുട്ടരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു സർക്കാരാണ് നമുക്കുള്ളത്. അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ ചെയ്യില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്.